ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ടു ടാൻജൻസ് ഇൻക്ലൈൻഡ് at an angle 60 degree are drawn to the circle of radius 5 cm, the length of each tangent is. നമുക്കിവിടെ റഫായിട്ടൊന്ന് ഫിഗർ വരയ്ക്കേണ്ടി വരും. ടു ടാൻജൻസ് ഇൻക്ലൈൻഡ് at an angle 60 degree are drawn to a circle of radius 5 cm. നമുക്ക് ആദ്യം തന്നെ ഒരു സർക്കിൾ വരയ്ക്കാം. ഈ സർക്കിളിൻ്റെ റേഡിയസ് 5 ആണ്. ടു ടാൻജൻസ് ഇൻക്ലൈൻഡ് at an angle 60 degree are drawn to a circle. രണ്ട് ടാൻജൻറ്റ് വരയ്ക്കുകയാണ്. പി എന്ന് പറഞ്ഞൊരു എക്സ്റ്റേണൽ പോയിന്റിൽ നിന്ന് ഞാൻ ടാൻജൻസ് വരയ്ക്കുകയാണ്. റഫ് പിക്ചറാണ്. ഇതൊരു ടാൻജൻറ്റ്, വേറൊരു ടാൻജൻറ്റ്. പി എ ആൻഡ് പി ബി ആർ ദ ടു ടാൻജൻസ്. ഈ രണ്ട് ടാൻജൻറ്റിനിടയ്ക്കുള്ള ആംഗിള്, ഇഫ് ടു ടാൻജൻസ് ഇൻക്ലൈൻഡ് at an angle, ഈ രണ്ട് ടാൻജൻറ്റിന് ഇടയ്ക്കുള്ള ആംഗിൾ 60 ഡിഗ്രിയാണ്. പിന്നെ ഈ സർക്കിളിൻ്റെ റേഡിയസ് 5 ആണ്. നമുക്ക് റേഡിയസ് ഒന്ന് കാണിക്കാം അല്ലേ. റഫാണെന്ന് പറഞ്ഞിരുന്നല്ലോ. ഇതാണ് സെൻറ്റർ. ഇവിടെ സെൻറ്റർ ഉണ്ട്, സർക്കിളിൻ്റെ സെൻറ്ററാണിത്. ഈ ആംഗിൾ 90 ഡിഗ്രിയാണെന്ന് നമുക്കറിയാം. അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടും ജോയിൻ ചെയ്യുന്നു. ഇതും 90 ഡിഗ്രി ആണെന്ന് അറിയാം. സർക്കിളിൻ്റെ റേഡിയസ് 5 ആണ്. ഇത് 5 ആണ്. ദെൻ ദ ലെങ്ത് ഓഫ് ഈച്ച് ടാൻജൻറ്റ്, അതാണ് ക്വസ്റ്റ്യൻ. ഈ ടാൻജൻറ്റിൻ്റെ ലെങ്ത് എന്താണ്? നമുക്കത് ട്രിഗണോമെട്രി വഴി ചെയ്യാൻ പറ്റും. അതിന് വേണ്ടി ഒയിന്ന് പിയിലോട്ട് ജോയിൻ ചെയ്യാം. കണ്ടോ, ഒയിന്ന് പിയിലോട്ട് ജോയിൻ ചെയ്യാം. ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ മുകളിൽ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ടിക്ക് ചെയ്തത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അത് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. ഈ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് ആണ്, നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഈ ആംഗിൾ 30 ഡിഗ്രിയാണ്. താഴത്തെ ആംഗിളും 30 ആണ്. 30 ഈക്വലായിട്ടായിട്ട് കട്ട് ചെയ്യാം. 30 ആണ്. അപ്പോൾ നമുക്ക് ഒ പി ആണ് വേണ്ടത്, എ പി ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കാണുന്നുണ്ട്. 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡാണ് 5. 30 ഡിഗ്രിയുടെ അഡ്ജസൻറ്റ് സൈഡാണ് എ പി. ഒ പി ഹൈപ്പോട്ടന്യൂസ് ആണ്. 90ക്ക് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് ഒ പി ഹൈപ്പോട്ടന്യൂസ് ആണ്. എ പി 30യുടെ അഡ്ജസൻറ്റ് സൈഡാണ്. ട്രിഗണോമെട്രി വഴി ചെയ്യാൻ പോവാണ്. ടാൻ 30 ഡിഗ്രി. ടാൻ 30 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് 5ഉം അഡ്ജസൻറ്റ് സൈഡ് എ പി ആണ്. ശരിയല്ലേ? അഡ്ജസ്റ്റൻറ്റ് സൈഡ് എന്താണ്? എ പി ആണ്. നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ത് വരും? അപ്പോൾ ടാൻ 30 എന്ന് പറഞ്ഞാൽ 1/√3 ആണെന്ന് അറിയാലോ. ഈക്വൽ 5/AP കിട്ടും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 1 ഇൻറ്റു എ പി ഇവിടെ 5√3 വരും. 5√3 സെൻറ്റിമീറ്റർ ആണ് ആൻസർ.